എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞങ്ങളിപ്പോഴേ മേട്ടുപാളയത്താണ്. മേട്ടുപാളയത്ത് പറഞ്ഞാൽ വെറുതെ വന്നതല്ല. നമ്മൾ ബാക്ക് കാണുന്ന അൾട്ടോ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അൾട്ടോ ആണ്. അപ്പോൾ വണ്ടി റിന്യൂവൽ ആയിക്കണു. അപ്പോൾ അതിൻ്റെ സീറ്റ് മാറ്റണം, അതുപോലെ തന്നെ ഡോറ് ചേഞ്ച് ചെയ്യണം. അതിനൊക്കെ വേണ്ടി അത് വന്നാൽ കേട്ടോ. പൊളി മാർക്കറ്റിൽ വന്നാണ്. ഒരു ലോകം പൊളി മാർക്കറ്റിൽ ആണ്ടോ. അതൊരു ബൈക്ക് വന്ന് ഇടിച്ചതാണ്. അപ്പോൾ റിന്യൂ ചെയ്യുമ്പോൾ എന്തായാലും ഇത് ശരിയാക്കേണ്ടി വരും. അപ്പോൾ ഡോറിനെ മാറ്റാൻ വേണ്ടി കണ്ട്, പിന്നെ ഉള്ളിലത്തെ ഡ്രൈവർ സീറ്റ് ഉണ്ടല്ലോ അത്, പിന്നെ ഇതിൻ്റെ എ സിയുടെ കംപ്രസർ ഇതായി 800-ൻ്റെ, അങ്ങനെ 4 ആള്. കംപ്രസറിന് നാട്ടിൽ ചോദിച്ചപ്പോൾ എത്ര? 14,000 6,000 റുപ്യ അല്ലേ? അതെ. ഈ കാണുന്നൊക്കെ ഫുള്ള് മാർക്കറ്റാണ് കേട്ടോ. അവിടെ കണ്ടില്ലേ? ഞങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ പൊളിക്കണ ഈ മാർക്കറ്റിൻ്റെ മെയിൻ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് പോകട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ താമരാക്ഷം പിള്ള തന്നെ കേട്ടോ പോണത്. താമരാക്ഷം പിള്ള തുറക്കട്ടെ. നമ്മളെ ഡോറ് തുറക്കാൻ ഒരു ചാവി, പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേറെ ഒരു ചാവി. ഇതൊക്കെയാണ് നമ്മളെ വണ്ടീൻ്റെ സിസ്റ്റം. അപ്പോൾ അതൊക്കെ ശരിയാക്കാനുണ്ട്. ഓക്കെ. ഒടിഞ്ഞിട്ട് ഡ്രൈവർ സീറ്റൊക്കെ ഒടിഞ്ഞിട്ട് വേണ്ടോ, കടന്നുങ്ങാണ്ടൊക്കെ വണ്ടി ഓടിക്കുക. ആ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ തന്നെ മാറ്റിങ്ങാണ്ട് പോകണം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ടാണ് കയറുക കേട്ടോ. മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് ആണ് ഇത്. അപ്പോൾ നമ്മളവിടെ കടയിൽ കയറിങ്ങാണ്ട് സീറ്റ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ സൈലൻസർ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മളെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇതും പൊളിച്ചാനാക്കാരെന്ന്, കാരണം അത്രയ്ക്ക് രസമുണ്ട് നമ്മളെ വണ്ടി. ഓക്കെ. നമുക്ക് എന്തായാലും നടന്നുങ്ങാണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പോയിങ്ങാണ്ട് ഒരു വീഡിയോസ് എടുക്കണം. അപ്പോൾ നമ്മളെ വണ്ടികൾ ഒരു ഏരിയ മുഴുവനും വണ്ടികൾ തച്ച് തകർക്കണം. ഇതാ കുട്ടൻ്റെ അവിടെ നാണിതാക്കണം അതിൻ്റെ ഉള്ളിൽ. നമ്മളിവിടെ അല്ലേ സാധനം ഏൽപ്പിച്ചാണ്. നമുക്കത് ഈ കടൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പൊളിക്കണീൻ്റെ ഉള്ളിൽ കുട്ടവാ. ഓരോ വണ്ടി നമ്മൾ മീമുള്ളിൻ്റെ മാതിരി ആയിക്കണു. ഒക്കെ എടുത്തുങ്ങാണ്ട് അവസാനം പറയും ആ മറ്റേ ചെറിയ മുള്ളുണ്ടാവില്ലേ കുട്ടാ, അതിൻ്റെ അതേമാതിരി. എഞ്ചിൻ്റെ ഒക്കെ ഒരു ലോകാണ് അല്ലേ? എടുത്തുന്നാണ് വണ്ടിനെ കംപ്രസർ എടുത്തു കഴിയുമ്പത്തെ. കൂട്ടനെന്താ ചോദിച്ചാൽ ഇതാണോ കംപ്രസർ എന്നാ? ഇത് മൊത്തത്തില് ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടേ കൂട്ടൻ ചോദിച്ചാൽ ഇതാണ് മൊത്തത്തിലാണോ കംപ്രസർ എന്ന്. നല്ല കഥയാണ്. ഡ്രൈവറാ അത്ര കൂട്ടാൻ ഡ്രൈവർ. ഇതൊക്കെ വണ്ടിൻ്റെ പാർട്സുകളാട്ടോ. എഞ്ചിനും കാര്യങ്ങളാണ് ഈ കിടക്കണൊക്കെ. ഏട്ടാ ഇതിലിപ്പോൾ ഏതൊക്കെ വണ്ടിൻ്റെ എഞ്ചിനുണ്ട്? ലോകത്തിലെ സകലമാന വണ്ടിൻ്റെ എഞ്ചിൻ ഉണ്ടോ? ഇതെന്താണ്? സിലിണ്ടർ ഗ്യാസാണ് നാണിയ? ഇത് ഏതാണ്? ഗ്യാസിൻ്റെ അല്ലേ? CNG. ഇതിപ്പോൾ എന്ത് ചെയ്യണേ? LPG. ഫുള്ള് ചവിട്ടി കൂട്ടിക്കൊണ്ടോ. എന്തൊക്കെ സാധനങ്ങളാണ് അല്ലേ? ഷോക്ക് അബ്സറും സിലിണ്ടറുകളും എല്ലാം ഉണ്ട് വണ്ടിൻ്റെ എല്ലാ അല്ല ഇതിപ്പോൾ എടുക്കാത്തൊക്കെ എന്ത് ചെയ്യുക അവര്? ഇതെന്താണ്? ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വണ്ടികൾ, ആ സൈഡിലൊക്കെ ഉണ്ടോ വണ്ടികൾ പൊളിക്കണ സ്ഥലമാണ് തോന്നണേ. ഒരുപാടുണ്ട്. ഒരു വണ്ടി കണ്ടില്ലേ കംപ്ലീറ്റ് അങ്ങോട്ട് പോയിരിക്കണേ. പുതിയ മോഡൽ അൾട്ടോ 800 ഓംനി. നമ്മളെ വണ്ടിക്ക് മീറ്റർ ഫിറ്റ് ചെയ്യാൻ കേട്ടോ. ഷിഹാബിൻ്റെ 800-ന്. വെള്ളം എനിക്കും വേണം കേട്ടോ. ഇതാ സുസുക്കി TVS ആണ് അല്ലേ? പഴയ മോഡൽ തന്നെ.
ഇവിടെ എന്താ വണ്ടിൻ്റെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ആണല്ലേ ഇവിടെ. പമ്പർ ഇത് ഫുള്ള് ഫ്രഷാ. ഇവിടെ ഇല്ല. എന്നാ വേണ്ട. അങ്ങനെ നമ്മൾ സിയാബിൻ്റെ വണ്ടിക്ക് പുതിയൊരു മീറ്റർ ഫിറ്റ് ആക്കിട്ടോ. അവൻ്റെ മീറ്റർ കംപ്ലൈൻ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ ഒരു വർഷാപ്പ് പേരുണ്ടായതുകൊണ്ട് ഇതാണ് ഗുണം. കണ്ടല്ലേ തിരിച്ച് കണ്ട് ഫുള്ള് ശരിയാക്കുന്നുണ്ട്. അപ്സറല്ലേ ഇതൊക്കെ? എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും വണ്ടികൾ ഇങ്ങനെ പൊളിച്ചിട്ടിക്കണേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. റോഡിൻ്റെ അപ്പുറ സൈഡൊക്കെ ഫുള്ള് കംപ്ലീറ്റ് വലിയ വണ്ടികൾ കേട്ടോ. നോക്കിയേ, ഇതാണ് ഓരോരോ കടകൾ കേട്ടോ. അപ്പൊ മറ്റേ ആള് ചോദിച്ചില്ല മീനിന്റെ മാതിരി മുകളത്ത് തലവണോ താത്ത തലവണോ അവിടെ മീൻ മാർക്കറ്റിൽ പോയ പോലെ. വലിയ വണ്ടികളാണ്. ഇത് വലിയ വണ്ടികളാണ്. ഇത് വേറെ ലോകം. അതിന്റെ ഉള്ളിലോട്ടൊക്കെ കാണിച്ചു കിട്ടും. ഫുള്ള് ടയർ വണ്ടികളുടെ ഫുള്ള് ടയറും ഉണ്ട് കേട്ടോ. കേട്ടോ ആ സൈഡ് പോക്ക്. അയ്യോ ഫുള്ള് അടിച്ച വണ്ടികളാട്ടോ. കൂടുതൽ ആക്സിഡന്റ് ആയ വണ്ടികളാണ് സാധനങ്ങളാണ്. അത് നമ്മൾ ഫ്രണ്ടത്തെ ലൈറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫ്രണ്ടത്തെ ലൈറ്റ് കിട്ടൂല. അതൊരു വണ്ടിയുടെ ഫ്രണ്ടത്തെ ലൈറ്റ് കിട്ടൂല. ഫ്രണ്ടത്തെ സാധനങ്ങൾ നോക്കിയിട്ട് ഇവിടെ വന്നൊരു കാര്യമില്ല. നടുത്തും ബാക്കത്തേക്ക് കിട്ടണമെങ്കിൽ കിട്ടുന്നല്ല. ഫ്രണ്ട് പാർട്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മള് പോണത് നമ്മളെ വണ്ടിയുടെ സീറ്റ് ഒന്ന് ഫിറ്റ് ആക്കാനാണ് കേട്ടോ. സീറ്റ് ഉണ്ടായിരുന്നു. നമ്മളെ വണ്ടിയുടെ സീറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താ. ഇതാണ് നമ്മുടെ സീറ്റ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടില്ലേ, സീറ്റാണ് ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സീറ്റൊക്കെ ചേഞ്ച് ആക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പോൾ അതിനെ പോവാണ്. ഇവിടെ ഡാമേജ് ആയി കിടക്കുന്ന വണ്ടിൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുള്ള് റിക്കവറി ആട്ടോ. റിക്കവറിക്കൊക്കെ നല്ല പണി ഉണ്ടാവുക. കാരണം ഫുള്ള് അടിച്ചിങ്ങാണ്ട്. ഇത് നമ്മളെ ഇംതിയാസ് ബായിൻ്റെ തന്നെ വേറൊരു ഗോഡൗണും കാര്യങ്ങളൊക്കെ കേട്ടോ. ഫുള്ള് പൊളി. ഇവിടുത്തെ പണിക്കാരൻ്റെ പേനാണ്. നമ്മളവൻ പോകുന്ന കുട്ടനെ ഷിഹാബൊക്കെ അവിടെ ഇരിക്കണേ. എന്താട്ടോ നമ്മൾ നോക്കിയ സീറ്റ് ഇത് അതാണ് കേട്ടോ. ഈ സീറ്റ് കവറൊക്കെ അടിച്ചിട്ട് വേണ്ടി വരും. കംപ്ലീറ്റ് ഡോറും കാര്യങ്ങളും. പക്ഷെ നമുക്ക് പറ്റിയ ഡോർ ഇവിടെ ഇല്ല. ഇതൊരു അൾട്ടോ ആണ്. 4000 റുപ്യോളം വരുന്നുണ്ട്. ഇല്ല, അപ്പൊ കിലോമീറ്റർ അധികം 0 വരും. ഇതാകുമ്പോ വെറുതെ നമുക്ക് ഇങ്ങനെ വലിയ പൈസ ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് വെച്ചാ മതി. ഞങ്ങളിപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഓക്കെ, കംപ്ലൈന്റ് അല്ല. ഇല്ല, അതിന്റെ ഇതുണ്ടാവും. പുറത്ത് കിടന്നല്ല, അതിന്റെ ചളിയും കാര്യങ്ങളും ഉണ്ട്. ഇതിന്റെ ലൈറ്റ് വെച്ചില്ലേ அப்போட அப்படியே பேக் ஆஃபீஸ் வண்டி அப்படியே ஃபுல் செட்டாக கேட்டிருக்காங்க. இப்போ இது லெவர் உண்டு அதுன்னு எல்லாம் போகிறதுக்கு இன்னைக்கு ஒரு நாள் வெயிட் பண்ணணும். ஏன்னா அவங்க പൈസ പോയി അങ്ങോട്ടൊക്കെ ഒരു വണ്ടി ഉയർത്തി കിടക്കണം. അങ്ങനെ ഞങ്ങൾ ഷിഹാബിന്റെ വണ്ടിയിൽ നമ്മളെ അൾട്ടോക്ക് ഒരു ഡോറ് തെരഞ്ഞു പോവാണ് കേട്ടോ. ഇനി ഷിഹാബിന് ഫുള്ള് കിട്ടില്ലേ? ഷിയാനക്ക് എന്താ കിട്ടി? ഇനി സൈലൻസർ, കംപ്രസർ ഇതൊക്കെ മേടിച്ചില്ലേ നമ്മള്? ഇതാണ് റോഡ്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് പൊളി തന്നെയാണ് തന്നെ. എന്നാ പിന്നെ അങ്ങോട്ട് പോയാക്കണ്ടേ നമുക്ക്? എന്നാ പിന്നെ പാർട്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഓ എന്റെ എന്നാ പൊളിച്ച സ്ഥലത്തേക്ക് ഒന്ന് പോയാക്കാണല്ലോ ചെയ്യാ. അങ്ങനെ നല്ലൊരു ഏരിയ കേട്ടോ അല്ലേ?
ലക്ഷങ്ങളുടെ ഇടപാടൊക്കെ നടക്കുന്നത്. വണ്ടി കായ വിലയില്ലാത്ത പൈസ മാതിരിയാണ്. പക്ഷെ എന്താ പറയുക ഇവിടുത്തെ വിറ്റെന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ AI ക്യാമറ കണ്ടതുണ്ടെങ്കിൽ ഭയങ്കര അടങ്ങാറായിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് വണ്ടികളൊക്കെ മാറ്റി പൊളിച്ചു. പിന്നെന്താ അജി വിറ്റാലേ ഇപ്പൊ നമ്മള് ചെല്ലുമ്പോ തന്നെ നമ്മളെ വണ്ടി തകരപ്പാട്ടി വെച്ചിട്ട് ആരെങ്കിലും തച്ച് പൊളിച്ചോ നോക്കണ്ടേ? എങ്ക കിടക്കും. ഓക്കെ ഓക്കെ താങ്ക് യു. എന്നാ അങ്ങോട്ട് അവിടെ നിർത്താനാ പറയണത്. ഇവിടെ സംഗതി ഒരുപാട് പുതിയ പുതിയ കാറുകളുണ്ട് കേട്ടോ അവിടെയൊക്കെ. ഓ എൻ്റെ മതേ സ്കോഡേ ഓടിയില്ലേ? അതേതാണ് മഹേന്ദ്രന്റെ? ഓ ഇവിടെയൊക്കെ ഫുള്ള് പൊളിച്ചു കണ്ടിട്ടാ. അങ്ങനെ കിട്ടിക്കാണ്. അവിടെ നിന്ന് കിട്ടിയപ്പോ പിന്നെ നമ്മള് കൊടുക്കും നീങ്ങില്ല. നല്ല സാധനം കൂടെ കിടക്കണ്ടാവും. ഒരു അടിപൊളി ജിപ്സി കൊടുക്കണമെന്നാവോ? ഞങ്ങളേ ആൾട്ടോന്റെ ഡോറിന് ഞാൻ തെണ്ടി നടക്കട്ടോ. പെരും ഡിമാൻഡ്. അത് നട്ടുച്ചി എല്ലാവർക്കും പീസ് വെറുത്തുകയാണേ ആണല്ലേ നടക്കണ്ട എല്ലാവരും കൂടി. കൂട്ടാ എന്തുകളിൽ വെച്ച് കുടുങ്ങിയതെന്ന് പറയില്ല. അലാറോ റൈറ്റ് ആ ഫ്രണ്ട് റൈറ്റ്. സെന്നാണ് ആൾട്ടോ തന്നെയല്ലേ? ഓടിയിട്ടില്ല അൾട്ടോ നമ്മള് 2 അൾട്ടോ അല്ലാണ്ട് കോയമ്പത്തൂർ മറ്റേ മേട്ടുപാളയത്ത് വേറൊരു അൾട്ടോ കാണാനല്ല. അതുകൊണ്ടാണ് ഭയങ്കര ഡിമാൻഡാണ്. ഡിമാൻഡ് പറഞ്ഞല്ലോ സാധനം കാണണ്ടേ ഇവിടെ. ഞങ്ങളിപ്പോ വേറൊരു ഏരിയയിലാണ് കേട്ടോ. കംപ്ലീറ്റ് വണ്ടിന്റെ പാർട്സുകൾ. പക്ഷെ നമുക്ക് അൾട്ടോൻ്റെ മാത്രം കിട്ടാനില്ല. ഇനി അൾട്ടോ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡ് മുഴുവനായിട്ട് അടിച്ച് മിന്നിയതാണ്. റൈറ്റ് സൈഡ് ഡോർ നമുക്ക് കിട്ടണില്ല. പിന്നെ നാണിയേ ഇനി ഇവിടെയും കൂടി സീറ്റ് ഉണ്ടോ ചോദിച്ചോക്കണം കേട്ടോ. സീറ്റിന് ഇവിടെ എന്താ റേറ്റ് കൂടി ചോദിച്ചോക്കണം. ബിരിയാണി ഉണ്ട്. ആ ഓൾഡ് മോഡലേ അല്ല അല്ല ഇനി ചോദിക്കണ്ട. അപ്പൊ മനസ്സിലായില്ലേ ഏകദേശം സിയാബേ? സാപ്പിയാക്കൂന് 500 കിട്ടിയും തരേ സീറ്റ്. അത് ഇച്ചുകൊണ്ട് ബാക്കത്തെ സീറ്റ് തന്നെക്കാരം. കുട്ട ഒരു മാങ്കോ ഒക്കെ അതിൻ്റെ അടിയിലടാ.
ഉഷാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നമുക്ക് ഡോർ കിട്ടണം. ഏത് കടയാന്ന് തോന്നേ? എന്ത് ഇത് നമ്മൾ കുറച്ച് 2 ലക്ഷം എന്തായാലും ആവും കേട്ടോ. 2 lakh വ്യൂ എന്തായാലും ആവും. ടയറുകളുണ്ട്. എന്താണ് അവൻ്റെ അമ്മമാര് പർച്ചേസിങ് ആണ്. എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അമർത്തണമായിട്ട് സ്പീഡ് വേണമെങ്കിൽ സ്പീഡാണ്.